ഹേ ഗടികളെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ധ്യാൻ ദിവിച്ച് ആഫ്റ്റർ എ ലോങ് ടൈം. എനിക്കറിയാം ഗൈസ്, നമ്മൾ റിവ്യൂ ഇട്ടിട്ട് കുറച്ച് നാളായി. AR-Rahmanൻ്റെയും കൊണ്ടലൊക്കെ ഞാൻ കണ്ടതാണ്. രണ്ടിൻ്റെയും റിവ്യൂ ഞാൻ ഇട്ടിട്ടില്ല. കാരണം നമ്മുടെ അവസ്ഥ കുറച്ച് മോശമാണ്. നമ്മുടെ ട്രൈപോഡ് കേടായി. പിന്നെ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളായിട്ട് സ്കൂളും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നല്ല തിരക്കിപ്പെട്ടു പോയി. ഈ സിനിമയുടെ റിവ്യൂ ഇടാൻ കാരണം, അതായത് ദേവര പാർട്ട് 1 എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ ഇടാൻ കാരണം, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോളിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് ദേവര പാർട്ട് 1 എന്ന് പറഞ്ഞ സിനിമ ആയതുകൊണ്ടാണ്. മേഘനായിരുന്നു ഒപ്പം ഉള്ളത്, അതിന് കുറവായിരുന്നു, അതുകൊണ്ട് അത് കണ്ടില്ല. അധികം പറഞ്ഞു നിൽക്കാതെ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ റിവ്യൂ. സോ ഗൈസ്, എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടമുള്ളൊരു ആക്ടറാണ് ജൂനിയർ NTR എന്ന് പറയുന്നത്. ആളുടെ വളരെ കുറച്ച് സിനിമകളെ ഞാൻ കണ്ടിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും വളരെ ചെറിയ കുറച്ച് സിനിമകൾ കൊണ്ട് നമ്മളെ ഫാനാക്കാൻ ഒരു ആക്ടർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ തന്നെ കഴിവാണെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഈ ദേവര പാർട്ട് 1 എന്ന് പറയുന്ന സിനിമയിലും ആൾ എന്നെ നിരാശപ്പെടുത്തിയിട്ടില്ല. അത്ര നന്നായിട്ട് തന്നെ ആൾ ഈ പടത്തിലും അഭിനയിച്ചിട്ടുണ്ട്. 2 ക്യാരക്ടേഴ്സായിരുന്നു ദേവര, വര. അപ്പോൾ ഈ സിനിമയുടെ പാർട്ട് 2 വരുന്നത് വര പാർട്ട് 2 എന്നാണ്, ദേവര എന്നല്ല. അപ്പോൾ പാർട്ട് 2വിൻ്റെ പേര് വര പാർട്ട് 2 എന്നാണ്. സോ പാർട്ട് 2ലേക്ക് ആസ് യൂഷ്വൽ ഇപ്പോഴത്തെ എല്ലാ പടവും പോലെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം. എത്ര പടമായി ഗൈസ്, പാർട്ട് 2വിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ദേവര എന്ന് പറയുന്ന സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ വളരെ മികച്ചത് എന്ന് പറയാൻ സാധിക്കാത്ത ഒരു സ്റ്റോറി ലൈനാണ് ഈ പടത്തിൻ്റെ. കാരണം നമ്മൾ പലയിടത്തും കേട്ടും കണ്ടും അടുത്തൊരു സ്റ്റോറിയാണ്. ബട്ട് അത് വേറൊരു രീതിയിൽ വേറൊരു ടെറൈനിൽ ചിന്തിച്ച് അത് എഴുതി വെച്ചിരിക്കുന്ന രീതിയും, പിന്നെ സെയ്ഫ് അലി ഖാൻ്റെ നല്ല അടിപൊളി വില്ലനിസം. എനിക്ക് ആളുടെ വില്ലനിസും ആളുടെ സ്വാഗും ആളുടെ ബൈര എന്ന് പറയുന്ന ക്യാരക്ടറിനെയും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറച്ച് നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ പടത്തിൽ. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാതെ പോയൊരു ക്യാരക്ടറാണ്. 2-3 ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിലൊരാളാണ് നമ്മുടെ ജാൻവി കപൂറിൻ്റെ ക്യാരക്ടർ. നല്ല അലമ്പായി ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നെ, നല്ല ക്രിഞ്ചായി വന്നിട്ടുണ്ട്. എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ അതാണ് ഈ പടത്തിൻ്റെ മെയിൻ ഇത്. അതായത് സ്ത്രീകളെ നല്ല രീതിയിൽ ഡൗൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ജാൻവി കപൂറിൻ്റെ ക്യാരക്ടറായാലും ഭയങ്കര വൾഗറായിട്ടുള്ളൊരിതിലും, പിന്നെ ബാക്കി സ്ത്രീകളായാലും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ രീതിയിൽ കൊല്ലുന്നതായിട്ട്. ഇപ്പോൾ ഇതാണ് ഈ തെലുങ്ക് സിനിമയുടെ പ്രശ്നം എന്ന് പറയുന്നത്. അവരൊട്ടും മാറി ചിന്തിക്കാത്തൊരു സാഹചര്യമാണ്. ഇപ്പോൾ സ്ത്രീകളെ അടിച്ചമർത്തുന്ന ഒരാണ് നല്ലതാണെന്നൊക്കെയാണ് ഇപ്പോൾ, അതായത് ഭയങ്കര മോശമായിട്ടുള്ള ഒരാണ് എന്നാണ് ഇപ്പോഴും അവരുടെ ചിന്താഗതി കുറച്ചും കൂടി മാറ്റാനുണ്ട്. നമ്മൾ മലയാളികളെ പോലെ എപ്പോഴും ഭയങ്കര അപ്ഡേറ്റഡായി ചിന്തിച്ചുകൊണ്ടിരിക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. വേറെ ഈ സിനിമേനെ പറ്റി എടുത്ത് പറയാനായിട്ട് എൻ്റെ CGI ഒരു പക്കയായിട്ട് വന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ അടുത്ത് കണ്ടതിൽ വെച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു CGI ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ കുറച്ച് ഗൂസ് ബം സീൻസും അതുപോലെ തന്നെ ഒരു ട്വിസ്റ്റും ഉണ്ട്. ആ ട്വിസ്റ്റ് എനിക്ക് വളരെ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. ഞാൻ ഈ സിനിമയുടെ സ്റ്റോറി ഒന്ന് പ്രെഡിക്റ്റ് ചെയ്തിട്ടാണ് പോയത്. ആ പ്രഡിക്ഷൻ മാറി കഥ വേറൊരു രീതിയിൽ വന്നപ്പോൾ, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാത്തത് വരുമ്പോൾ നമ്മുടെ എക്സ്പെക്റ്റേഷനെ തെറ്റിച്ചുകൊണ്ടുള്ളൊരു കാര്യം വന്നപ്പോൾ ഇറ്റ് വാസ് റിയലി അമേസിങ്. അത്ര എനിക്ക് പറയാനുള്ളൂ. വേറെ എന്ത് സിനിമേനെ പറ്റി പറയാം, അനിരുദ്ധിൻ്റെ മ്യൂസിക്. അനിരുദ്ധിൻ്റെ മ്യൂസിക് എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ മലയാളം ഡബ്ബിങ്ങിൻ്റേതായിട്ടുള്ള ചെറിയ കാമനോട്ടം എന്നൊക്കെയാണ് പടത്തിലെ ലിറിക്സിലൊക്കെ വന്നിരിക്കുന്നത്. എന്താണ് ഗൈസ്, ഒന്നും പറയാനില്ല. പിന്നെ പ്ലേസ്മെൻറ്റൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ദേവര എന്ന് പറയുന്ന സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ ഒരു ചാൻസും ഇല്ല. കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എത്രയും പെട്ടെന്ന് നമ്മുടെ പഴയ സെറ്റപ്പ് തിരിച്ചു കൊണ്ടുവന്ന് മികച്ച രീതിയിൽ നമ്മൾ തിരിച്ചു വരുന്നതാണ്. ഇപ്പോൾ നല്ല ബോറാണ്, ഇടയ്ക്ക് നിങ്ങൾക്ക് ഷേക്ക് ഫീൽ ചെയ്യും, കാരണം ഞാൻ കൈ വെച്ചിട്ടാണ് വീഡിയോ ഓടിക്കുന്നത്. സോ സൈനിങ് ഓഫ്, ബൈ.